ആദ്യം നമ്മളൊരു ലെമൺ റൈസ് ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അതിനുള്ള മസാലകളൊക്കെ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് വെളിച്ചെണ്ണയാണെങ്കിലും സൺഫ്ലവർ ആണായിരുന്നു കുഴപ്പമില്ല. കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നവരെ ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും സവോള ഇട്ട് കൊടുക്കാം. സവോള ചെറിയ തീയിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. സവോള എപ്പോഴും ഒന്ന് ഒരു ലൈറ്റ് ബ്രൗണായി വരുമ്പോഴത്തേക്കാണ് ആ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ചെറിയ ഉള്ളി വേണമെങ്കിലും ചേർക്കാം. ഇവിടെ ചെറിയ ഉള്ളി അങ്ങനെ കിട്ടാറില്ല, അതുകൊണ്ടാണ് ഞാൻ സവോള എടുത്തത്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സവോള പെട്ടെന്ന് കുക്കായി കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ചെറിയ തീയിലിടണം കേട്ടോ, അപ്പോഴാണ് അത് നന്നായിട്ട് കുക്കായി വരുന്നത്. അത് സവോള വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിക്ക് കുക്കിംഗ് ടൈം വളരെ കുറവാണ്, അപ്പം ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി തക്കാളി. ഞാനൊരു പഴുത്ത തക്കാളിയാണ് എടുത്തേക്കുന്നത്. അതിന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി മസാലകളിടാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടിയും 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മല്ലിപ്പൊടി 1 സ്പൂൺ മല്ലിപ്പൊടി. ആ മസാല നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പച്ച ചുവ മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഗരം മസാലയൊക്കെ ഇടുമ്പോഴാണല്ലോ ആ ചിക്കൻ കറിക്കൊരു സ്വാദും ഒരു മണമൊക്കെ വരുന്നത്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് നന്നായിട്ട് ആ മസാലയെല്ലാം അതിൽ യോജിപ്പിച്ചെടുക്കുക. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ മോനാണെങ്കിൽ എപ്പോഴും ചിക്കൻ കറി മതി. അവൻ ചിക്കൻ കറി ഉണ്ടെങ്കിൽ കൂടുതൽ ചോറും കഴിക്കും, ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. ഇന്നത്തെ കുട്ടികൾക്കെല്ലാം ചിക്കൻ മതിയല്ലോ. ഫിഷിനെയും കാട്ടി കൂടുതൽ ഇഷ്ടം ചിക്കൻ കറിയാണ്. അപ്പം മുമ്പൊക്കെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കനൊക്കെ വെക്കുന്നത് എപ്പോഴെങ്കിലും ആണ്. അങ്ങനെ എല്ലാ ദിവസവും ഒന്നും ചിക്കൻ ഉണ്ടാവാറില്ല. നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ആഴ്ചയിലും അല്ല, മാസത്തിലൊക്കെ ആയിരിക്കും ചിക്കൻ വീട്ടിൽ തന്നെ മേടിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ വീട്ടിൽ എന്നും ചിക്കൻ ഉണ്ടാവും. കുട്ടികൾക്ക് അതേ ആവശ്യമുള്ളൂ. അപ്പം നമ്മളെന്നും ചിക്കൻ ഉണ്ടാക്കിയാണ് അവർക്ക് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ മസാലയിലൊന്ന് കുക്കാവണം. ചെറിയ തീയിട്ടാൽ മതി കേട്ടോ. ചെറിയ തീയിൽ കുക്കായി വരുമ്പോഴാണ് ചിക്കൻ കറിക്കൊരു സ്വാദ് ഉണ്ടാകുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ചെറിയ തീയിൽ കിടന്നിങ്ങനെ കറിയുമായിട്ട് കുറുകി കുക്കാവണം. ചെറിയ തീയിൽ കുക്കായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ആ എണ്ണയെല്ലാം മുകളിൽ തെളിഞ്ഞ് ഇങ്ങനെ വരുന്നതാണ് ആ കറിയുടെ ഒരു പാകം.
ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ ചാറൊന്ന് വറ്റിച്ചെടുക്കുക. ഞാൻ കുറച്ച് കറിയായിട്ടാണ്. അപ്പോൾ ചിക്കൻ കറി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.